സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. അന്യോന്യം സ്നേഹിക്കുന്നതും അല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. റോമർ 11:8 വാക്യം. 2020 ബില്ലി എന്ന വിശ്വസ്തനും വാത്സല്യമുള്ള നായ ഇൻ്റർനെറ്റിലെ താരമായി. അവളുടെ ഉടമയായ റസൽ തൻ്റെ കണങ്കാൽ പൊട്ടലുണ്ടായത് മൂലം ഒരു സ്കെച്ചറിൻ്റെ സഹായത്തോടു കൂടിയാണ് നടന്നിരുന്നത്. പെട്ടെന്ന് തന്നെ നായ്ക്കുട്ടിയും മുടന്ന് നടക്കുവാൻ തുടങ്ങി. റസൽ ബില്ലിയെ ഒരു മൃഗഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അവന് കുഴപ്പമൊന്നുമില്ല എന്ന് അദ്ദേഹം റസലിനോട് പറഞ്ഞു. അവൻ തനിയെ ഉള്ളപ്പോൾ സാധാരണ പോലെ ഓടി നടക്കാനും, എന്നാൽ തൻ്റെ ഉടമയുടെ കൂടെ നടക്കുമ്പോൾ നായ മുടന്ത് അഭിനയിക്കും. ഇതിനെയാണ് താരതമ്യം പ്രാപിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റുള്ളവർ ചേർന്ന് നടക്കുക എന്നതാണ് അപ്പോസ്തലനായ പൗലോസ് റോമയ്ക്കുള്ള സഭയ്ക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ മുൻപന്തി നിൽക്കുന്നത്. അദ്ദേഹം അവസാനത്തെ 5 കൽപ്പനകൾ ഇങ്ങനെ ക്രോഡീകരിച്ചു: കൂട്ടുകാരൻ എന്നെ പോലെ തന്നെ സ്നേഹിക്കുക. റോമർ 11:9. മറ്റുള്ളവർ ചേർന്ന് നടക്കുക എന്നതിന് പ്രധാനം വാക്യം 8 നമുക്ക് കാണുവാൻ സാധിക്കും. അന്യോന്യം സ്നേഹിക്കുന്നതും അല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. ജെന്നി ആൽബ്രോസ് ശുപാർശ ചെയ്യുന്നത്, ആരെങ്കിലും തകർന്നിരിക്കുമ്പോൾ അവരെ ശക്തീകരിക്കാൻ, അവരെ ശരിയാക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്കതിന് കഴിയില്ല. ആരെങ്കിലും വേദനിക്കുമ്പോൾ അവർ വേദന എടുത്തു മാറ്റാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് കഴിയില്ല. പകരം അവർക്ക് വേദനിക്കുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നടന്ന് അവരെ സ്നേഹിക്കുക. നിങ്ങൾ കഴിയും. കാരണം ചിലപ്പോൾ അവർ ഏകരല്ല എന്നറിഞ്ഞാൽ മാത്രം മതി. നമുക്ക് മുറിവേൽപ്പിക്കുമ്പോഴും വേദന അനുഭവിക്കുമ്പോഴും നമ്മുടെ രക്ഷകനായ യേശു നമ്മോടൊപ്പം നടക്കുന്നതിനാൽ മറ്റുള്ളവരുടെ കൂടെ നടക്കുക എന്നാൽ എന്താണെന്ന് നമുക്കറിയാം. ഈ ആഴ്ചയിൽ നിങ്ങളുടെ ഒപ്പം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ ഏതു വിധത്തിലാണ് അത് നിറവേറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? പ്രാർത്ഥിക്കാൻ. ദൈവമേ, എൻ്റെ ചുറ്റുമുള്ള ആളുകളെ ആവശ്യങ്ങൾ നേരെ കണ്ണ് തുറക്കുമ്പോൾ എന്നെ സഹായിക്കണമേ. വാത്സല്യമായ ഒരു സുഹൃത്തായിരിക്കാൻ എന്നെ സഹായിക്കണമേ. താങ്കൾ ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.